നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മാള പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ പുറകുവശത്തെ ഒരു ഭാഗമാണ് തീയിൽ ഭാഗികമായി കത്തിനശിച്ചത്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ അത് പാർട്ടിക്കും അറിവുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണെന്നും കെ മുരളീധരൻ. വാർത്തകൾ വിശദമായി. മാള പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ പുറകുവശത്തെ ഒരു ഭാഗമാണ് തീയിൽ ഭാഗികമായി കത്തിനശിച്ചത്. മാള ഫയർഫോഴ്സ് സംഘം തീ കൂടുതൽ പടരുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. 6 മണിയോടെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ പുറകുവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ പോസ്റ്റ് ഓഫീസിലെ ചില പ്രധാനപ്പെട്ട ഫയലുകളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മാള ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ കെ ഹനീഫ്, ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാരായ MR അരുൺ, B സുൽഫിക്കർ, PS അഖിൽ, പ്രതീഷ് കുമാർ, കൊടുങ്ങല്ലൂർ ഫയർ സ്റ്റേഷനിലെ S ദീപു, AR സത്യൻ, KM സനൽ റോയ്, KS അജിത്, അഹമ്മദ് അജ്മൽ, അഭിജിത്ത്, അനിൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം മാള. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായയിൽ സുനിലിന്റെ വീടിനു മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിന്റെ വീടിനു മുൻപിൽ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3 അംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈയിനുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മീഡിയ ടൈം തൃശൂർ. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്കും അറിവുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണെന്നും അന്വേഷണം ഇതുപോലെ തുടരണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. പത്മകുമാറൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കടകംപള്ളി മാത്രം പോരാ, വാസവനിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. കാരണം വെറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമായിട്ട് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വിശദമായിട്ട് അന്വേഷിക്കണം. അന്വേഷണം മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും നീളണം. അതാണ് ഞങ്ങൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഇന്ന് 3 മണിവരെയാണ് പത്രിക നൽകാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഇതുവരെ 95,369 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീരുന്നത് തിങ്കളാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത് തൃശൂരിലാണ്. വിമതരുടെ സാന്നിധ്യം പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയാകുന്നുണ്ട്. അതേസമയം പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. റവന്യൂ ജില്ലാ കലോത്സവ ഊട്ടുപുരയിൽ അയ്യപ്പദാസിന്റെ കൈപുണ്യം രുചിച്ചറിഞ്ഞ നിരവധി പേർ. ജില്ലാ കലോത്സവത്തിനായി ഇരിങ്ങാലക്കുട ഗായത്രി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷം കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിലും ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് കൊടകര സ്വദേശിയായ അയ്യപ്പദാസ്. ഇത് 5ാം തവണയാണ് കൊടകര സ്വദേശിയായ എടയാപുറത്ത് അയ്യപ്പദാസ് റവന്യൂ ജില്ലാ കലോത്സവത്തിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിനായി ഇരിങ്ങാലക്കുട ഗായത്രി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ ദിവസവും ഏകദേശം 5000 പേർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. 5 തരം കറികളും സാമ്പാറും മോരും രസവും
പായസവും അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് അയ്യപ്പദാസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും, വൈകിട്ട് 4000-ഓളം പേർക്ക് ചായയും ചെറുകടിയും, വൈകുന്നേരം അത്താഴവും ഇവർ തയ്യാറാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിലും ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് കൊടകര സ്വദേശിയായ അയ്യപ്പദാസ്. കഴിഞ്ഞ 15 വർഷത്തിൽ ഏറെയായി കൊടകരയിൽ ഐക്കൺ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന അയ്യപ്പദാസ് ചെറുതും വലുതുമായ നിരവധി ആഘോഷങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഞാൻ അയ്യപ്പദാസ് കൊടകര എന്ന് പറഞ്ഞ ഐക്കൺ കാറ്ററിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഞാനൊരു 10-15 കൊല്ലമായി ഈ ഫീൽഡിൽ കലോത്സവങ്ങൾ. കഴിഞ്ഞ കൊല്ലം നടന്ന സംസ്ഥാന കായികമേളയിൽ നമ്മൾ തന്നെ ഭക്ഷണം വെച്ചത് കുന്നംകുളത്തുണ്ട്. പിന്നെ റവന്യൂ ജില്ല ഇപ്പോൾ 5ാമത്തെ തവണയാണ്, ഇവിടെ തന്നെ 2ാമത്തെ തവണയാണ് ചെയ്യണത്. ഇന്ന് 3ാം ദിവസമായി ഇവിടെ പരിപാടി നടക്കണ. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. 5 തരം കറി, രസം, മോര് വേറെ, ചോറ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഇന്നത്തെ ആണെങ്കിൽ ഒരു മത്തങ്ങ ഒരു കുമ്പളങ്ങയും പയറും, ഒരു മുളക് ടൈപ്പ്, ഒരു മിക്സഡ് തോരൻ, കാളൻ, പുളിയിഞ്ചി, അച്ചാറ്, ചോറ്, സാമ്പാർ, രസം, മോര്, പായസമാണ്. ഈ പാലടയാണ് ഇന്ന് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ശരിക്കും വിഭവസമൃദ്ധമായ സദ്യ തന്നെ. പിന്നെ കാലത്ത് ടിഫിനുണ്ട് 10,000 പേർക്ക്. അത് ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ഉപ്പുമാവ്, ഒരു ദിവസം പാലപ്പം, കുറുമക്കറി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ചായ, കടി, ഒഫീഷ്യൽസ്. അത് ഒഫീഷ്യൽസിന് സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ. അത് 500 പേർക്കുള്ളൂ. 3 മണിയാകുമ്പോൾ എല്ലാവർക്കും 4500 ആൾക്ക് ചായ, കടി, ആ സംഭവങ്ങളുണ്ട്. വൈകുന്നേരം 600 ആൾക്ക് ഭക്ഷണം. അത് രാത്രി 1 മണി വരെ ഉണ്ട് ഇവിടെ കലവറ. അത് ഫുൾ ടൈം കലവറ. എല്ലാ ടൈമും 24 മണിക്കൂറും ഓണായിരിക്കും. ഏത് നേരത്തെ വന്നാലും ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാവുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംഘടന സമിതിയും നമ്മളൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഈ 3 ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ ജാഗ്രത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ പുറകുവശത്തെ ഒരു ഭാഗമാണ് തീയിൽ ഭാഗികമായി കത്തി നശിച്ചത്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ അത് പാർട്ടിക്കും അറിവുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണെന്നും കെ മുരളീധരൻ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.